സാറേ പോത്ത് പോത്തോ? ആ ആരായി കഥ പറഞ്ഞു മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഞാൻ പുതിയ കഥ പറയാൻ വേണ്ടി വിളിച്ചാണ്. തിരക്കഥ എഴുതാനും അറിയോ? സാറ് നായകനായിട്ട് ചെയ്യേണ്ട ഒരു പടമാണ്. ഞാൻ നായകനായിട്ട് അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കാം. തീർച്ചയായിട്ടും ഒന്നാഞ്ഞു പിടിച്ചാൽ ഇതോടെ നിന്റെ ജീവിതവും ഒരു ഹിറ്റാക്കി മാറ്റാം. ഇതിന്റെ പേര് പോത്ത് ജീവിതം എന്നാണ് സാറേ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അപ്പൊ ഈ ചില സമയത്ത് പോത്തിനെ പ്രണയിച്ച് ഇപ്പൊ പോത്ത് ഏതാ സാറേതാന്ന് മനസ്സിലാവാത്തൊരു സാഹചര്യം വരുന്നു. ശരീരപ്രകൃതി പ്രധാനമായിട്ടും ഫേസ് അത് വളരെ കറക്റ്റാണ്. ഭീമന്റെ സാർ ചെയ്യുന്ന ക്യാരക്ടർ ഇടയ്ക്ക് പോത്തായിട്ട് മാറുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. നീ ഒരു മെജീഷ്യൻ ബഫല്ലായോ? ഈ രൂപത്തെ നീ ശബ്ദേ വരൂ. ആ സൗണ്ടൊക്കെ വരുമായിരിക്കും അല്ലേ? അതാണ് പോത്തിന്റെ സൗണ്ട്. എന്താണ് ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല. അങ്ങനെ ഒന്നുകൂടെ വെക്കാം സാറേ. അങ്ങനെ പോയി ചൊല്ലാമോ വയലാർ എഴുതുമോ ഇതുപോലെ? എന്റെ പോത്തേട്ട പോയി ചൊല്ലാമോ. വെറുതെയാണോ നിന്നെ പോത്തേ പോത്തേ എന്ന് വിളിക്കുന്നത്? നിരക്കണ്ണുള്ള എന്റെ വേളിപ്പെണ്ണോടെ നിന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? ഇടയ്ക്ക് സാറ് പോത്തിന്റെ പാല് വിൽക്കാനൊക്കെ പോകുന്നുണ്ട്. ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? ഉറക്കപ്പായി എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്. കാളയുടെ ഒറ്റ കുത്തിനെ പോത്ത് കുത്തിയിട്ട് സാറിന്റെ കാൽ അനക്കാൻ വയ്യാതെ കിടക്കുമ്പോ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു ഇനി ഇത് കാലനങ്ങില്ല. ഡോക്ടർമാര് തിരിയല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം ടി വി വരികയും ആരും ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യാണ് അനങ്ങാതെ. അടുപ്പിൽ ഊതനവന്റെ ആശ്രത്തിൽ തന്നെ ഊത്. ആരായി കഥ പറഞ്ഞു അല്ല സാർ ഈ കേരളത്തിൽ ഇത്രയും പൂക്കളുണ്ടായിരുന്ന ഏത് കാട്ടിലാണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.